നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു. എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാവുക. അവിടെ ചെല്ലുമ്പോൾ ഒരു ചേട്ടൻ ഒരു നഴ്സിനോട് ഒച്ചയെടുക്കുന്നു, ഒരു ചേച്ചി എമർജൻസി വാർഡിലിരുന്ന് സാമ്പാറും വടയും കഴിക്കുന്നു, അതുപോലെ വേറൊരു പയ്യൻ ഭയങ്കര ഉച്ചത്തിൽ വെയിറ്റിംഗ് റൂമിൽ ഇരുന്ന മൊബൈലിൽ റീൽസ് കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? ഇത് എന്തൊരു വൃത്തികെട്ട ഹോസ്പിറ്റലാണെന്നല്ലേ? എന്താ കുഴപ്പം ഹോസ്പിറ്റലിന്റെ മാത്രമല്ല, അവിടെ വരുന്ന ആളുകളുടെ കൂടിയാണ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ആദ്യം തന്നെ നിങ്ങളൊരു രോഗിയെ കാണാനാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെങ്കിൽ ഒരിക്കലും ഒരുപാട് ആളുകളായിട്ട് പോവാതിരിക്കുക. ചിലർക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരുടെ പഞ്ചായത്തിലുള്ള മൊത്തം ആളുകളെ വിളിച്ചുകൊണ്ട് പോകും. പക്ഷെ അത് തെറ്റാണ്. ഹോസ്പിറ്റലിൽ കുറവ് ആളുകളാണ് എപ്പോഴും നല്ലത്. സോ അനാവശ്യ ഹോസ്പിറ്റൽ വിസിറ്റുകൾ മാക്സിമം ഒഴിവാക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഫോണിലൂടെയോ വാട്സപ്പിലൂടെയോ ഒക്കെ രോഗിയെ അറിയിച്ചാലും മതി. രണ്ടാമത്തെ കാര്യം, ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫിനോട് ഒരിക്കലും ഒച്ചയെടുക്കുകയോ അല്ലെങ്കിൽ അവരെ മിസ്ട്രീറ്റ് ചെയ്യുകയോ ചെയ്യരുത്. നമ്മൾ മലയാളികൾ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ആ സ്വഭാവം നമ്മൾ ഒരിക്കലും നഴ്സുമാരോടോ ഡോക്ടർമാരോടോ ഒന്നും എടുക്കരുത്. അവരൊക്കെ നമുക്ക് വേണ്ടി തന്നെയാണ് പകലില്ലാതെ ഓടി നടന്ന് പണിയെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സ്നേഹവും ക്ഷമയും ഒക്കെ അവരോടും കാണിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരിക്കലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയോ ലൈവ് പോവുകയോ ഒന്നും ചെയ്യരുത്. ഓൺലൈനുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ് ഒക്കെ അല്ലെങ്കിലും പതിയെ മതി. ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് എപ്പോഴും രോഗിയുടെ പ്രൈവസിക്കാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ ഹോസ്പിറ്റലിനും അവരുടേതായ പോളിസികൾ ഉണ്ടാവും, നിയമങ്ങൾ ഉണ്ടാവും. നമ്മൾ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. എപ്പോഴും അത് ശ്രദ്ധിക്കണം. മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, നിശബ്ദത പാലിക്കുക. ഇതുപോലുള്ള ബോർഡുകളൊക്കെ ഒരു ഹോസ്പിറ്റൽ വെറുതെ കാണാൻ വെച്ചിരിക്കുന്നതല്ല, മറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ആ ഹോസ്പിറ്റലിന്റെ സ്മൂത്ത് ഫംഗ്ഷന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം, ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെ. അതായത് ഒരിക്കലും നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയും രോഗവിവരങ്ങളും ഒന്നും ഒരു ഡോക്ടറിൽ നിന്ന് മറച്ചു വെക്കരുത്. നമുക്ക് പൊതുവേ പറയാൻ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഡോക്ടറോട് എന്ത് പറയണം? തുറന്ന് സംസാരിക്കണം. ആറാമത്തെ കാര്യം കൈക്കൂലിയാണ്. കൈക്കൂലി കൊടുത്തോ നമ്മുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചോ ഒരു ഹോസ്പിറ്റലിൽ ഒരു കാര്യം നമ്മൾ നടത്തിയെടുക്കരുത്. അത് ക്ഷമയോടെ കാത്തിരിക്കുന്ന മറ്റ് പേഷ്യൻസിനോട് നമ്മൾ ചെയ്യുന്ന ഒരു വഞ്ചനയാണ്. അത് മാത്രമല്ല, ചില കേസുകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഹോസ്പിറ്റലുകളിലെ ഡസ്റ്റ്ബിന്നിലോ അല്ലെങ്കിൽ മറ്റ് റാൻഡം സർഫേസുകളിലോ ഒന്നും വെറുതെ തൊടാൻ നിൽക്കരുത് എന്നുള്ളതാണ്. ഡസ്റ്റ്ബിന്നിലൊക്കെ ഷാർപ്പായിട്ടുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള പല വസ്തുക്കളും കാണും. മാത്രമല്ല, പലതരത്തിലുള്ള ബാക്ടീരിയയുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. എന്ത് പാനിക് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളൊരു ഫാർമസിയിലേക്കോ അല്ലെങ്കിൽ ICUവിലേക്കോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ലാബിലേക്കോ ഒന്നും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും ഓടിക്കയറി ചെല്ലരുത്. എപ്പോഴും ഒരു സ്റ്റാഫിന്റെ ഹെൽപ്പും അസിസ്റ്റൻസും ഒക്കെ നമുക്ക് കൂടിയേ തീരും. അല്ലെങ്കിൽ അനാവശ്യമായ പല കൺഫ്യൂഷനുകൾക്കും അത് കാരണമാവും. അവസാനത്തെ കാര്യം, ഒരു ഹോസ്പിറ്റൽ പരിസരത്ത് പ്രത്യേകിച്ച് ആളുകൾ കൂടുന്ന സ്ഥലത്തോ നിന്നുകൊണ്ടുള്ള ഉറക്കെയുള്ള ഫോൺ വിളികളും വിശേഷം പറച്ചിലുകളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പരസ്പരം സംസാരിക്കാം. പിന്നെ രോഗിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റുള്ളവർ കേൾക്കെ ഉറക്കെ സംസാരിക്കുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം. സത്യം പറഞ്ഞാൽ ലിസ്റ്റ് ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ എല്ലാം കൂടി പറയാനുള്ള സമയം ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ പോവേണ്ട അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ. ഇനി എങ്ങാനും ഇതുപോലെ പോവേണ്ടി വന്നാലോ അവിടെ വരുന്ന ആളുകൾക്കും ജോലി ചെയ്യുന്ന ആളുകൾക്കും പിന്നെ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവിടെ പെരുമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യും.